ബിഗ് ബോസ് മലയാളം സീസൺ 6 മാർച്ച് 10 ഞായറാഴ്ച സംപ്രേഷണം ആരംഭിക്കാനിരിക്കെ തലേ ഞായറാഴ്ച കോമണേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 2 മത്സരാർത്ഥികളെ ലാലേട്ടൻ പ്രൊമോയിലൂടെ പരിചയപ്പെടുത്തി. റസ്മിൻ ഭായിയെയും നിഷാനയെയും. നേപ്പാളിൽ നിന്നും ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്ന നിഷാന ആരെന്നറിയുമോ? ലാലേട്ടൻ പരിചയപ്പെടുത്തിയ പ്രൊമോ വീഡിയോയിൽ നിഷാന സ്വയം പരിചയപ്പെടുത്തിയത് എന്നും എപ്പോഴും യാത്ര ചെയ്യാൻ കുതിക്കുന്ന ഒരു ഫ്രീക്കത്തി വീട്ടമ്മ എന്നാണ്. നിഷാന എന്ന പേരിൽ അറിയപ്പെടുന്നതിനേക്കാൾ മറ്റൊരു പേരിലാകും അദ്ദേഹം അറിയപ്പെടുക, ട്രക്കിംഗ് ഫ്രീക്കി. സോഷ്യൽ മീഡിയയിൽ നിഷാന അറിയപ്പെടുക ട്രക്കിംഗ് ഫ്രീക്കി എന്ന പേരിലായിരിക്കും. സോഷ്യൽ മീഡിയ പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രീക്കി തൻ്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമുമെല്ലാം ഈ ട്രക്കിംഗ് ഫ്രീക്കി എന്ന പേരിലാണ്. യൂട്യൂബിൽ ഏതാണ്ട് 3 വർഷത്തിലേറെ സജീവമായ നിഷാന യൂട്യൂബ് അക്കൗണ്ടിലൂടെ ഇതിനോടകം 220ഓളം വീഡിയോകൾ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ കൂടുതലും യാത്രാവിശേഷങ്ങളാണ്. മറ്റൊരു ട്രാവൽ ചാനലായ ബാക്ക് പാക്കർ സുധി എന്ന യൂട്യൂബ് ചാനലിൻ്റെ പ്രേക്ഷകർക്ക് ഫ്രീക്കി എന്ന നിഷാനയെ ഏറെ പരിചയമുണ്ടാകും. ഫ്രീക്കിയുടെ നിരവധി യാത്രകൾ സുധിക്കൊപ്പമാണ് നടത്തിയത്. അതിൽ കേരളത്തിലും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഉൾപ്പെടെയുള്ള യാത്രകൾ ഉൾപ്പെടുന്നു. ഇത്തരം ഒരു യാത്രയ്ക്കിടയിൽ കംബോഡിയൻ യാത്രയിൽ വിസ തട്ടിപ്പിന് ഇരയായ വാർത്ത ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ സജീവമായ നിഷാന നിലവിൽ 4700-ലധികം ഫോളോവേഴ്സിനെ നേടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പാലക്കാട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കോതമംഗലത്തിനടുത്താണ് താമസം എന്നാണ് വിവരം. അടുത്ത സമയത്താണ് ഏറെ ആഗ്രഹിച്ച് പുതിയ വീട് നിർമ്മിച്ചതിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത്. 3 കുട്ടികളും ഉൾപ്പെടുന്നതാണ് നിഷാനയുടെ കുടുംബം. ബിഗ് ബോസിന്റെ ഇന്റർവ്യൂകളും മറ്റും നടക്കുമ്പോൾ ഫ്രീക്കി നേപ്പാളിലായിരുന്നു. അവിടെ നിന്നാണ് ഫ്രീക്കി ഇന്റർവ്യൂവിനെത്തിയത്. നിഷാന സുഹൃത്ത് ബാക്ക് പാക്കർ സുധിയോടൊപ്പം നേപ്പാൾ സന്ദർശനത്തിലാണ് നിലവിൽ. കൂടുതൽ ടൂറിസ്റ്റുകളുമായി പാക്കേജ് ടൂറുകൾ നൽകാൻ കഴിയുന്ന ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട യാത്രയിലായിരുന്നു ഇരുവരും. ടൂർ ഗൈഡായും നിഷാന പ്രവർത്തിക്കാറുണ്ട്. നേപ്പാളിലെ തന്റെ യാത്ര നിർത്തിവെച്ചാണ് നിഷാന ബിഗ് ബോസ് മലയാളം സീസൺ 6 എത്തുന്നത്.